ഹായ് ഫ്രണ്ട്സ്, ഇത് സ്മോൾ സൺ എന്ന ബ്രാൻഡിൽ വരുന്ന ഒരു LED ടോർച്ചാണ്. ഇത് ലെൻസ് സൂമിംഗ് ഉള്ള ഒരു ടോർച്ചാണ്. അതുപോലെ ഇത് USB റീചാർജബിൾ ചെയ്യാവുന്ന ഒരു ടോർച്ചുമാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു റീചാർജബിൾ കേബിളാണ് വരുന്നത്. USB വഴി ചാർജ് ചെയ്യാവുന്ന കേബിളാണ്. അതുപോലെ നമുക്ക് ടോർച്ചുമാണ് ഈ ബോക്സിലുള്ളത്. ബോക്സ് നമുക്ക് അടച്ചു വെക്കാം. അടുത്ത ഈ ടോർച്ചിന് 3 ഓപ്ഷനാണ് ലൈറ്റിങ്ങിൽ വരുന്നത്. അപ്പം ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലൈറ്റായിട്ടുള്ള, അതായത് നമുക്ക് ടോർച്ച് ലൈറ്റായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഫ്രണ്ടിലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്കിത് സൂം ഇൻ ചെയ്യുകയും സൂം ഔട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിന് മുമ്പിലേക്ക് നീക്കുകയാണെങ്കിൽ ഇത് സൂം ഇൻ ചെയ്തൊരു പോയിൻ്റായിട്ട് നമുക്ക് കാണാം. നമ്മൾ ഭിത്തിയിലോട്ടൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോയിൻ്റായിട്ട് കാണാം. അതുപോലെ തന്നെ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഒരു റൗണ്ട് ആയിട്ടുള്ള വെട്ടം നമുക്ക് കാണാം. അതായത് കൂടുതൽ ഏരിയയിലോട്ട് ഈ വെട്ടം പറഞ്ഞെന്നുണ്ടെങ്കിൽ സൂം ഔട്ട് ചെയ്ത് ഉപയോഗിച്ചാൽ കാണാം. അതുപോലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് വേണമെങ്കിൽ ഈ അറ്റാച്ച്മെൻറ്റ് ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു പോയിൻ്റായിട്ട് ഇത് സൂം ആവുന്നതായിരിക്കും. അടുത്തത് ഇതിൻ്റെ ഈ അറ്റാച്ച്മെൻറ്റ് നമുക്കൊന്ന് നോക്കാം. ഈ ഫ്രണ്ടിൽ ഈ അറ്റാച്ച്മെൻറ്റ് ഫ്രണ്ടിലോട്ടാക്കുകയാണെങ്കിൽ ഇത് ഒരു പോയിൻ്റായിട്ട് സൂം ആകുകയും അതുപോലെ പുറകോട്ടാക്കുകയാണെങ്കിൽ ഒരു വൈഡായിട്ടുള്ള ഒരു ഏരിയയിലോട്ട് ഈ വെട്ടം വരികയും ചെയ്യും. അതുപോലെ അടുത്ത ഓപ്ഷൻ ഈ ടോർച്ച് ലൈറ്റിനുള്ളത് ഈ പുറകിലൊരു സ്വിച്ച് ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഓപ്ഷൻ വരും. അതായത് ഫ്ലിക്കർ ചെയ്യുന്നത് നോക്കിയാൽ കാണാൻ സാധിക്കും. ഫ്ലിക്കർ ചെയ്തിട്ട് വരുന്നത് അത് നമുക്കിതുപോലെ ഇതുണ്ടോ പോയിൻ്റായിട്ട് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിക്കറായിട്ട് വരും ഈ ലൈറ്റ്. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു എമർജൻസി ലൈറ്റായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അത്യാവശ്യമായിട്ടാണ് ചെറിയൊരു എമർജൻസി ലൈറ്റായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ സ്വിച്ച് വരുന്നത് ഇതിൻ്റെ പുറകിലായിട്ടാണ്. നമുക്ക് ഈ സ്വിച്ചിൻ്റെ വർക്കിംഗ് ഒന്നുകൂടെ നോക്കാം. ആദ്യം ഞങ്ങൾക്ക് കഴിയുമ്പോഴത്തേക്കും ടോർച്ച് ലൈറ്റായിട്ട് ഇത് വരും. അടുത്ത ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഫ്ലിക്കറിംഗ് ആയിട്ട് വരും. അതിൻ്റെ അടുത്ത ഓപ്ഷനായിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയ എമർജൻസി ലൈറ്റായിട്ട് വരും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലൈറ്റ് ഓഫ് ആകും. അടുത്ത ഇതിൻ്റെ റീചാർജ് ചെയ്യുന്ന സംവിധാനം നമുക്ക് നോക്കാം. ഇതിൻ്റെ പുറകിലായിട്ടാണ് നമുക്ക് USB സോക്കറ്റ് കണക്ട് ചെയ്യാനുള്ള ഏരിയ വരുന്നത്. അവിടെ നമുക്ക് ഈ കേബിൾ കണക്ട് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള മൊബൈലിൻ്റെ ചാർജറോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പവർ ബാങ്കൊക്കെ ഉപയോഗിച്ച് നമുക്കിത് റീചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പവർ ബാങ്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് റീചാർജിങ്ങിൻ്റെ ഓപ്ഷനായിട്ടുള്ള ലൈറ്റ് തെളിയുന്നതാണ്. ഫുൾ ചാർജ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു അരമണിക്കൂറൊക്കെ മതി ഇത് ഫുൾ ചാർജ് ആകും. ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ലൈറ്റിൻ്റെ കളർ മാറും. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെറിയ ടോർച്ചായിട്ടൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ടോർച്ചൊക്കെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.